ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന നാമമുള്ളവനുമായ മൂവുലകും വണങ്ങുന്ന ത്രിയേക ദൈവത്തിന് സ്തുതി, സ്തോത്ര, ബഹുമാനങ്ങൾ ഞാൻ അർപ്പിക്കുന്നു. ബഹുമാന്യരായ കർത്താവിന്റെ ദാസന്മാർക്കും ദൈവജനത്തിനും ക്രിസ്തുവേശുവിൽ വന്ദനങ്ങൾ. നമുക്കൊരുമിച്ച് കൂടുവാനായി ദൈവം നൽകിയിരിക്കുന്ന ഈ നല്ല സന്ദർഭത്തെ പിന്നെയും നന്ദിയോടെ ഓർക്കുന്നു. നാം എല്ലാവരും ആയിരിക്കുന്ന വിവിധ രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലുമായി, കോണ്ടിനെന്റ്സിലുമായി ദൈവം നമ്മെ എല്ലാവരെയും സൂക്ഷിക്കട്ടെ എന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രായഭേദം കൂടാതെ ദൈവകൃപയിൽ നിലനിൽക്കുവാൻ കർത്താവിന്റെ വരവിനായി ഒരുങ്ങി കാത്തിരിപ്പാൻ ഒക്കെ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത ചൊവ്വാഴ്ച നമുക്ക് പൊതുവായ ചോദ്യോത്തര വേളയായിരിക്കും. 7 മണിക്ക് മുമ്പ് തന്നെ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് കൃത്യം 7 മണി മുതൽ നമ്മുടെ സെഷൻസ് ആരംഭിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വെളിപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. നാം അത് ഇന്നലെ നോക്കിയത് ഇന്നലെ ചോദ്യം ചോദിച്ചയാളുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കുമായിരുന്നു. ഇന്നലെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് 19-ാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളാണ്. ഏറ്റവും ഒടുവിൽ നമ്മൾ ചിന്തിച്ചത് ദൈവത്തെ സ്തുതിക്കുന്നതിനുള്ള കാരണങ്ങളാണ്. ഹല്ലേലൂയ എന്നുള്ളത് ഒരു ഇംപറേറ്റീവ് വേർഡാണ്, കൽപ്പനയാണ്. യു പ്രൈസ് ദ ലോർഡ് എന്നാണ് അതിന്റെ അർത്ഥം. മറ്റുള്ളവരോട് അല്ല, നമ്മോടുള്ള ദൈവത്തിന്റെ ആഹ്വാനമായിട്ടാണ് നാം അതിനെ കാണേണ്ടത്. ഇറ്റ്സ് എൻ അഡ്വൈസ്, ഇറ്റ്സ് എ കമാൻഡ്. യു പ്രൈസ് ദ ലോർഡ്. ദൈവത്തെ, യഹോവയായ ദൈവത്തെ സ്തുതിക്കുക, വാഴ്ത്തുക, സ്തോത്രം എന്ന ഒരു കൽപ്പനാ രൂപമാണ് ആ പദത്തിനുള്ളത്. ചിലർ ആ പദത്തെ ഏഞ്ചലിക് വേർഡ്, ദൂതന്മാരുടെ ഭാഷയായി, ദൂതന്മാരുടെ വാക്കായിട്ട് കണക്കാക്കുന്നു. അതിന് തർജ്ജമ ഒത്തതായിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹല്ലേലൂയ എന്ന വാക്ക് എല്ലാ ഭാഷകളിലും പൊതുവായി ഉപയോഗിക്കപ്പെടുന്നു. നമ്മളിത് ഇന്നലെ 1ഉം 2ഉം വാക്യങ്ങൾ വായിച്ചു. അതിൽ നിന്ന് സ്തോത്രവും സ്തുതിയും തമ്മിലുള്ള വ്യത്യാസം ആവർത്തിച്ചായിരുന്നുവെങ്കിലും നമ്മൾ കണ്ടു. അപ്പോൾ നമ്മുടെ യോഗം തീരുന്ന സമയത്ത് ഒരു ചോദ്യം വന്നിരുന്നു. സ്തുതിയും ആരാധനയും തമ്മിലുള്ള വ്യത്യാസവും കൂടെ ഒന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നുവെന്ന്. ഈ വിഷയത്തോടനുബന്ധമായതുകൊണ്ട് അതും ആവർത്തനമാണ്. പണ്ട് നമ്മൾ പഠിച്ച സമയത്ത് ആ കാര്യവും പറഞ്ഞിരുന്നതാണെങ്കിലും ഇന്നലെ ആ ചോദ്യം നമ്മുടെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് ആ ചോദ്യം വന്നതെന്നതുകൊണ്ട് സമയം ഇന്നലെ തീരുകയും ചെയ്തതുകൊണ്ട് ഇന്ന് അതേപ്പറ്റി 1-2 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കും. ആരാധന എന്ന് പറയുന്നത് വർഷിപ്പ് എന്ന പദമാണല്ലോ. പുരാതന ഭാഷയിൽ പണ്ടത്തെ ഇംഗ്ലീഷ് വാക്ക് വർഷിപ്പ് എന്നുള്ളതിന്റെ പഴയ ഇംഗ്ലീഷ് വാക്ക് വർഷിപ്പ് എന്നുള്ളതായിരുന്നു. വർഷിപ്പ്. ആ വർഷിപ്പാണ് ഇപ്പോൾ വർഷിപ്പ് ആയിട്ട് ചുരുങ്ങിയിട്ടുള്ളത്.
ആ വർഷിപ്പ് എന്ന പഴയ പദം കുറെ കൂടെ അതിന്റെ അർത്ഥത്തെ വ്യക്തമാക്കുന്നതാണ്. ഇറ്റ്സ് ഗിവിങ് God what he is worthy of. Giving God what God is worthy of. ദൈവം എന്തിന് യോഗ്യനാണോ, ദൈവം എന്തിന് അർഹനാണോ അത് ദൈവത്തിന് കൊടുക്കുക. ഇതാണ് ആരാധന. ഓഫറിങ് അവർ ഹോമേജ് or our reverence to God. ദൈവത്തിന് അർഹമായത് സ്തുതി, ബഹുമാനം, ജ്ഞാനം, ധനം, ഇതെല്ലാം ദൈവത്തിന് കൊടുക്കുന്നതിനെയാണ് ആരാധന എന്ന് പറയുന്നത്. പ്രോസ്ക്യൂനിയോ എന്ന ഒരു മൂലവാക്കാണ് അതിനുള്ളത്. അതിന്റെ അർത്ഥമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഓഫ് ദ ആക്ട് ഓഫ് ഹോമേജ് ഓർ റെവറൻസ്. ഒത്തിരിയുണ്ട്. ഹോമേജ് ഓർ റെവറൻസ് ടു ഗോഡ്, ടു ക്രൈസ്റ്റ്, മറ്റു പലതിനുമുണ്ട്. ഈ ആരാധന എന്നത് ദൈവത്തിന് മാത്രമല്ല. ബൈബിളിൽ മറ്റു പലതിനെയും ആരാധിച്ച് കാണുന്നുണ്ട്. പക്ഷേ ആരാധനയ്ക്ക് ഏക യോഗ്യൻ ദൈവമാണെന്ന തിരിച്ചറിവും നാം അവനെ ആരാധിപ്പാൻ പോലും യോഗ്യരായിരുന്നില്ല എന്ന തിരിച്ചറിവും. 3, നമ്മുടെ ആ അയോഗ്യതയിൽ നിന്ന് തൻ്റെ സ്നേഹത്താലും ക്രൂശിലെ മഹാത്യാഗത്താലും യാഗത്താലും നമ്മെ വീണ്ടെടുത്ത് ദൈവത്തെ ആരാധിപ്പാൻ യോഗ്യരാക്കി തീർത്തു എന്ന തിരിച്ചറിവിനാലും. 3 തിരിച്ചറിവുകൾ. 1, ദൈവം മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ എന്ന തിരിച്ചറിവ്. 2, നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ പോലും യോഗ്യർ അല്ലായിരുന്നു എന്ന തിരിച്ചറിവ്. 3, അങ്ങനെ അയോഗ്യരായിരുന്ന നമ്മെ തൻ്റെ മഹാസ്നേഹത്താലും ക്രൂശിലെ യാഗങ്ങളാലും അവന്റെ സന്നിധിയിലേക്ക് നമ്മെ അടുപ്പിച്ചു, നമ്മെ അതിന് യോഗ്യരാക്കി തീർത്തു എന്ന തിരിച്ചറിവിനാലും തിരുമുമ്പാകെ വീണുകിടന്ന് സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നമ്മെ തന്നെ പൂർണ്ണമായും ദൈവത്തിന് കൊടുക്കുന്ന ആ ഒരു ആക്റ്റാണ്, ആ ഒരു പ്രവൃത്തിയാണ്, ആ ഒരു പ്രക്രിയയാണ് ആരാധന. സ്തോത്രം. അപ്പോൾ ആരാധനയ്ക്കകത്ത് സ്തോത്രമുണ്ട്. പക്ഷെ സ്തോത്രം എന്തല്ല? ആരാധന അല്ല. ആരാധനയ്ക്കകത്ത് സ്തുതി ഉണ്ട്. പക്ഷെ സ്തുതി എന്തല്ല? ആരാധനയല്ല. പിന്നെ ആരാധനയുടെ ഏറ്റവും ചുരുക്കം ആയിട്ടുള്ള സരളമായ പദമാണ് ascribing, കൊടുക്കുക. കൊടുക്കുക. എന്തു കൊടുക്കുക? വാട്ട് ഗാഡ് ഡിസേർവ്സ്, ദൈവത്തിന് അർഹമായത് നൽകുക.
എന്തൊക്കെ ദൈവത്തിന് അർഹമാണോ അത് മുഴുവനും ഒട്ടും പിടിച്ചു വെക്കാതെ, ഒട്ടും അതിൽ കുറയ്ക്കാതെ മുഴുവനും അങ്ങനെ തന്നെ കൊടുക്കുക. അതിന്റെ ക്ലൈമാക്സ് ആണ്, ക്ലൈമാക്സ് എന്നല്ല, അതിന്റെ മാക്സിമം, അതിന്റെ പരമാവധി, ആ കൊടുക്കുന്നതിന്റെ പരമാവധി എന്ന് പറയുന്നത് എന്തുവാ? Come on, please. നമ്മെ തന്നെ. Ourselves. സ്തോത്രം. നമ്മെ തന്നെ കൊടുക്കാതെ നമുക്ക് സ്തോത്രം കൊടുക്കാം, സ്തുതി കൊടുക്കാം, ഗ്ലോറി ഗ്ലോറി എന്ന് പറയാം, പൈസ കൊടുക്കാം, ശുശ്രൂഷ ചെയ്യാം, ഇതൊക്കെ നമുക്ക് കൊടുക്കാം. ഈ കൊടുക്കുന്നതെല്ലാം തന്നെ ആരാധനയുടെ ഭാഗമാണ്. പക്ഷേ അതിലേറ്റവും പരമാവധി നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് നമ്മെ തന്നെയാണ്. സ്തോത്രം. ഈ നമ്മെ തന്നെ കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മള് ഇഷ്ടംപോലെ കൊടുത്തിട്ടുള്ളതല്ലേ. ഒരൊറ്റ ഒരു 3 മിനിറ്റ് സാധാരണ പ്രാർത്ഥനകളൊക്കെ, സഭായോഗങ്ങളിലെയൊക്കെ പ്രാർത്ഥനകൾ ചെറുതായിരിക്കണമല്ലോ. മധ്യസ്ഥ പ്രാർത്ഥന ഒരല്പം നീളും. സാധാരണ ഒരു കൊച്ചു പ്രാർത്ഥന 2-3 മിനിറ്റ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ തന്നെ എത്ര പ്രാവശ്യം നമ്മൾ പറയും, കർത്താവേ എന്നെ തന്നെ, ഞങ്ങളെ തന്നെ മുറ്റുമായി മുഴുവനുമായി തരുന്നു, പറയാറില്ലേ? സ്തോത്രം. ഒത്തിരി പ്രാവശ്യം പറയാറുണ്ട്. ഒരു പ്രസംഗത്തിലൊക്കെ നമ്മൾ എത്ര പ്രാവശ്യം പറയും, ഏൽപ്പിച്ചു കൊടുക്കുക, തങ്ങളെ തന്നെ സമർപ്പിക്കുക, നമുക്ക് നമ്മെ തന്നെ അർപ്പിക്കാം, പിന്നെ അതിനോട് പറ്റുന്ന പാട്ടുകളും പാടും. ചില നല്ല ഗായിക സംഘവും ഗായകന്മാരും ഒക്കെ പറയണ്ട, ആ പ്രസംഗത്തിനൊത്ത പാട്ട് പാടും. ചിലരാണെങ്കിൽ പ്രസംഗകര് തന്നെ പറയും പാട്ടുകാരോട് ഇന്ന പാട്ട് പാടണം. ആ പാട്ടും സമർപ്പണത്തിൻ്റെതായിരിക്കും മിക്കവാറും ഒക്കെ. പക്ഷേ നമ്മൾ ഈ പറഞ്ഞതല്ലാതെ അതുകൊണ്ട് കുറച്ചു നാളിന് മുമ്പ് കർത്താവ് എന്നോട് ശക്തമായിട്ട് ഇടപെട്ട ഒരു കാര്യമാണ്, ഈവൻ യുവർ പ്രയേഴ്സ് ഓൾസോ ആർ ഫേക്ക്. നിങ്ങളുടെ പ്രാർത്ഥനകൾ പോലും വ്യാജമാണെന്ന് കർത്താവ് എന്നോട് ഇടപെട്ടു. കാരണം ഇത് തന്നെ, നമ്മൾ എത്ര പ്രാവശ്യം പ്രാർത്ഥനയിൽ പറയും, സത്യത്തിൽ അത് സത്യമായിരുന്നെങ്കിൽ, സത്യത്തിൽ അതെല്ലാം സത്യമായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എന്തുമാത്രം ഭാഗത്തെ ദൈവം ഉൾക്കൊണ്ടേനെയായിരുന്നു, അല്ലെ? സ്തോത്രം. ഉപവാസത്തെയും പ്രാർത്ഥനയെയും കുറിച്ചൊക്കെ നമ്മൾ പണ്ട് പഠിച്ചതാ, മത്തായി 6-ാം അധ്യായത്തിൽ. Fasting and prayers, they are not to receive something from God. You may be remembering this particular phrase, but instead having more of God and let God having more of us. അതിന്റെ തനതായ രീതിയിൽ മലയാളം എനിക്ക് വരുന്നില്ല. നാം ഉപവസിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തെ കൂടുതലായി നേടുകയും നമ്മെ തന്നെ ദൈവത്തിന് വേണ്ടി കൂടുതലായി സമർപ്പിക്കുകയും ചെയ്യും. ആബ്സല്യൂട്ട്ലി, അതെ, വെരി ഗുഡ്. നാം ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം നമ്മൾ നയിക്കുന്നു എന്ന് പറയുമ്പോൾ
എനിക്കത് കിട്ടണം ഇത് കിട്ടണം എന്നുള്ളതല്ല. ഹാവ് മോർ ഓഫ് ഗാഡ്. ദൈവത്തെ കൂടുതലായി നമ്മൾ പ്രാപിക്കുക. ദൈവത്തിന് കൂടുതലായി നമ്മെ തന്നെ വിട്ടുകൊടുക്കുക. ഇന്ന് ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം സ്വാതന്ത്ര്യം ഞാൻ അനുവദിച്ചിട്ടുണ്ടോ, അതിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യം നാളെ ഞാൻ ദൈവത്തിന് എന്നിൽ അനുവദിക്കണം. നമ്മുടെ പല മേഖലകൾ, നമ്മുടെ ജീവിതത്തിന്റെ പല മേഖലകൾ ഇന്നും ഉണ്ട് ദൈവത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടില്ലാത്തത്. There are so many areas even today in our lives where God is not having full freedom. സ്തോത്രം. പണ്ട് എൻ്റെ വിശ്വാസ ജീവിതത്തിന്റെയൊക്കെ തുടക്ക സമയങ്ങളിൽ പാസ്റ്റർമാര് പ്രസംഗിച്ച് കേട്ടിട്ടുള്ള ഒരു ഉദാഹരണമുണ്ട്. ഒരു മനുഷ്യന്റെ വീട്ടിൽ എല്ലാ ദിവസവും സാത്താൻ വരും. പാതിരാത്രിക്ക് വന്ന് കതകെ മുട്ടും, തുറക്കും. ഇവനകത്ത് കയറി ഈ വീട്ടുകാരനെ കണ്ടമാനം ഉപദ്രവിക്കും. അങ്ങനെ വല്ലാതെ വശം കെട്ട് ഒരിക്കൽ യേശു കർത്താവ് പറഞ്ഞു, ഞാൻ വരാം, നിന്റെ വീട്ടിൽ വന്നാൽ പിന്നെ പ്രശ്നമില്ല. അങ്ങനെ കർത്താവിനെ കൊണ്ടുവന്ന് ഒരിടത്തിരുത്തി. അന്ന് രാത്രിയിലും സാത്താൻ വന്നു. ഈ മനുഷ്യൻ പോയി തുറന്നു. പ്രശ്നമായിരുന്നു. രാവിലെ സാത്താൻ പോയി കഴിഞ്ഞിട്ട് ഈ വീട്ടുകാരൻ വന്ന് യേശുവിനോട് ഭയങ്കര കംപ്ലൈന്റ് പറഞ്ഞു, പരാതി പറഞ്ഞു. നീ വന്നാൽ പ്രശ്നമില്ലെന്നൊക്കെയാ പറഞ്ഞത്, പക്ഷേ നീ ഇവിടെ ഉണ്ടായിട്ടും എന്നത്തെയും പോലെ അവൻ വന്നു എന്നെ ശല്യപ്പെടുത്തിയിട്ടൊക്കെ പോയി. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഏറ്റവും ഒടുവിൽ സംഭവം ഇതാണ്. കർത്താവ് പറഞ്ഞു, നീ എനിക്ക് സ്വാതന്ത്ര്യം അനുവദിച്ച ഇടങ്ങളിൽ വരെ ഞാൻ വരുന്നുണ്ട്, അവിടെങ്കിലും വന്നില്ലല്ലോ സാത്താൻ. ഇല്ല, നീ എനിക്ക് സ്വാതന്ത്ര്യം അനുവദിക്കാത്ത സ്ഥലങ്ങളിൽ അവൻ വന്നെങ്കിൽ ഞാൻ കുറ്റക്കാരനല്ല, അവിടെയും കൂടെയൊക്കെ എനിക്ക് സ്വാതന്ത്ര്യം അനുവദിക്കുക. അങ്ങനെ ഏറ്റവും ഒടുവിൽ അവന്റെ വീടിന്റെ മുഴുവൻ സ്വാതന്ത്ര്യവും യേശുവിന് വിട്ടുകൊടുത്തു. പണ്ട് നിങ്ങൾ കേട്ടിട്ടുള്ള കഥയായിരിക്കും അത്. അന്ന് രാത്രിയിലും സാത്താൻ വന്നു. ഈ മനുഷ്യൻ ആകെ ആശങ്കപ്പെട്ടു. യേശു പറഞ്ഞു, നീ അവിടെ നിൽക്കേ, നീ പോകണ്ട, നീ എനിക്ക് ഫുൾ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടല്ലോ, ഇന്ന് ഞാൻ കഥ തുറക്കാം. അന്ന് രാത്രി സാത്താൻ വന്ന് മുട്ടിയപ്പോൾ കഥക് തുറന്നത് ഈ വീട്ടുകാരനല്ല, യേശുവായിരുന്നു. അതോടുകൂടെ ആ പ്രശ്നം തീർന്നു എന്നതാണ് കഥ. അതൊരു കഥയാണെങ്കിലും നമ്മുടെയൊക്കെ യൂത്ത് മീറ്റിങ്ങുകളിലും സൺഡേ സ്കൂളുകളിലും ഒക്കെ ഇതിന് സമാനമായ മറ്റു പല കഥകളും സ്കിറ്റുകളും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വണ്ടിയെ പോകുമ്പോഴും യേശുവിനെ കൊണ്ടുപോകുന്നതും കൂട്ടുകാർ വരുമ്പം മാറ്റി ഇരുത്തുന്നതും ഒക്കെ നിങ്ങൾക്ക് ഓർമ്മ കാണും. കഥയാണെങ്കിലും അതിലെ സാങ്കത്യം ഇതാണ്: ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുക്കുക. പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു മേഖലയും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല മേഖലകളും ഉണ്ട് അങ്ങനെയുള്ളത്. കഴിഞ്ഞ കുറച്ചു നാളിന് മുമ്പ് ഞാൻ ഒരാളിനോട് പറഞ്ഞു, സഹോദര, ഇന്നയാളിനോട് ക്ഷമിക്കണം കേട്ടോ. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത്, അതൊഴികെ വേറെ വല്ലതും ഉണ്ടെങ്കിൽ പാസ്റ്റർ പറ.
ആ പുള്ളിയോട് ഞാൻ ക്ഷമിക്കുന്ന പ്രശ്നമില്ല, ആ ആളിനോട് മിണ്ടുന്ന പ്രശ്നമില്ല. വേറെ വല്ലതും ഉണ്ട് പറ. ഇതുപോലെ പല മേഖലകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ യഥാർത്ഥ ആരാധനയിൽ എന്താ സംഭവിക്കുന്നത്? ഇങ്ങനെയുള്ള മുഴുവൻ മേഖലകളെയും നാം ദൈവത്തിന് വേണ്ടിയിട്ട് പൂർണ്ണമായും തുറന്നിടുന്നു. No areas of our lives will be withheld from God's intervention. ദൈവത്തിന്റെ ഇടപെടലിൽ നിന്ന് നാം മാറ്റിവെക്കുന്ന യാതൊരു മേഖലയും ജീവിതത്തിൽ ഉണ്ടാകും, ഒരു ഏറിയയും കാണത്തില്ല. അത് ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നില്ല. പിന്നെ ഓരോ ദിവസവും നമ്മൾ അങ്ങനെ ദൈവത്തിന് നമ്മളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ടേയിരിക്കുകയായിരിക്കും. സ്തോത്രം. ദൈവം എനിക്ക് വേണ്ടി എന്നുള്ള ചിന്തയേക്കാൾ ഞാൻ ദൈവത്തിന് വേണ്ടി എന്ന മനോഭാവത്തിലേക്ക് വരികയും ദൈവത്തിന് നമ്മെ പൂർണ്ണമായും തീരെഴുതി കൊടുക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ കൊടുക്കുകയും ചെയ്യുക. ഇന്നലെ ഒരാൾ എന്നോട് പറഞ്ഞു, ഇന്നലെ ഞങ്ങള് ഒരു ഫാമിലി വിഷയം സംസാരിച്ചപ്പോ ഒരാൾ എന്നോട് പറഞ്ഞു, ആള് പിതൃസ്വത്ത്, വീടിന്റെ സ്വത്തൊക്കെ പാർട്ടീഷൻ ചെയ്തപ്പം സഹോദരങ്ങളുണ്ട്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് സ്വത്തൊന്നും വേണ്ട, നിങ്ങൾ സഹോദരങ്ങളൊക്കെ എടുത്തോളാം. അപ്പം ഫാദർ മരിച്ചു, ഇവരിവനിപ്പോ സഹോദരങ്ങളുണ്ട്. അപ്പം പിന്നെയും ചോദിച്ചു, ഇദ്ദേഹത്തിന്റെ ബ്രദർ ചോദിച്ചു, താങ്കൾക്ക് വേണ്ടേ? വേണ്ട, നിങ്ങൾ എടുത്തോ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യണേ, ഒന്ന് വന്ന് നമുക്ക് മുദ്രപത്രത്തിൽ ഒന്ന് എഴുതി തരണേ, സ്റ്റാമ്പ് പേപ്പറിൽ ഒന്ന് എഴുതി തരണേ, എനിക്ക് വേണ്ട, നിങ്ങൾ എടുത്തോളാൻ. ഞാൻ പറഞ്ഞു, അതിന് ഞാനില്ല. അപ്പൊ കണ്ടോ, ഇതുപോലാണ് നമ്മുടെ സമർപ്പണം പലപ്പോഴും. ഇതുപോലെ. ഇത് ആരാധനയാണോ? അല്ല, ഇത് ആരാധനയല്ല. സ്തോത്രം. പകരം നമ്മൾ കുറച്ച് ബഹളമൊക്കെ ഉണ്ടാക്കുന്നു. ഇങ്ങനെ എന്നെ തന്നെ വിട്ടുകൊടുക്കാൻ മനസ്സില്ലാതെ ഇരിക്കുമ്പോൾ ഞാൻ എത്ര സ്തുതിച്ചാലും, എത്ര സ്തോത്രം പറഞ്ഞാലും, എത്ര കൈകൊട്ടിയാലും, എത്ര അന്യഭാഷ പറഞ്ഞാലും അതൊന്നും ദൈവസന്നിധിയിൽ എന്തല്ല? ആരാധന അല്ല. യഥാർത്ഥ ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ്? The very life of, or the entire life of the worshipper is the true worship. Giving totally for God's will, purpose and nature. This is true worship. യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത് ആരാധകന്റെ സമസ്തമായ ജീവിതം തന്നെയാണ്. പ്ലീസ് ഡോണ്ട് എവർ ട്രൈ ടു സെപ്പറേറ്റ് വർഷിപ്പ് ഫ്രം ദ വെരി ലൈഫ് ഓഫ് ദ വർഷിപ്പർ. ആരാധകന്റെ ജീവിതത്തിൽ നിന്ന് ആരാധനയെ മാറ്റാനായിട്ട് ശ്രമിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മമല്ല ആരാധന.
ഒരു ക്രിയയല്ല ആരാധന. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് an ആക്ഷൻ. True worship is not just an action or just a deed we do someday or sometimes in our lives. ഓരോ ശ്വാസവും ആരാധനയാണ്. ഇതാണ് യഥാർത്ഥത്തിലെ ആരാധന. 2 Corinthians 2:14-15, 2 കൊരിന്ത്യർ 2:14-15 പറയുന്നത് പോലെ മനഃപാഠമായ വാക്യമായിരിക്കും, എന്നാലും വായിക്കുന്നെങ്കിൽ വായിച്ചോളൂ. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ദൈവോത്സവം നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് താൻ തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. എല്ലായിടത്തും, എല്ലായ്പ്പോഴും, 2 പദങ്ങൾ കണ്ടോ? എല്ലായിടത്തും, എല്ലായ്പ്പോഴും തൻ്റെ വാസന വെളിപ്പെടുത്തുന്ന ദൈവത്തിന് സ്തോത്രം. എന്ന് വെച്ചാൽ എന്താ യഥാർത്ഥ ആരാധന? ആരാധകന്റെ ജീവിതം എല്ലായിടവും എല്ലായ്പ്പോഴും ദൈവത്തിന്റെ വാസന പരത്തുന്ന ഒരു ജീവിതമായിരിക്കുക. സ്തോത്രം. 2 തലങ്ങളുണ്ട് അതിന്. 2 ആസ്പെക്ട്സ്. ഇവിടെ ഈ 14-ാം വാക്യത്തിൽ എന്താ പറഞ്ഞത്? ആർക്കാ ഈ മണം, ഈ വാസന? കമോൺ പ്ലീസ്, നിങ്ങൾ ഇങ്ങോട്ട് പോരെ. ദൈവത്തിന്. രക്ഷിക്കപ്പെട്ടവരുടെ 14-ാം വാക്യത്തിൽ പറയുന്നത് തന്റെ വാസന വെളിപ്പെടുത്തുന്നത്. ആർക്കാ ഈ മണം, ഈ വാസന ആർക്കൊക്കെയാ? 15-ാം വാക്യത്തിലുണ്ട്. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസന. അപ്പോൾ നമ്മിൽ നിന്ന് യേശുവിന്റെ അല്ലെ ദൈവത്തിന്റെ മണം, വാസന, സൗരഭ്യം, സുഗന്ധം ആരൊക്കെ മണക്കണം? എല്ലാവരും. രക്ഷിക്കപ്പെടുന്നവരും സ്പെസിഫൈ ചെയ്ത് പറയണം, സ്പെസിഫൈ ചെയ്ത് പറയണം. രക്ഷിക്കപ്പെടുന്നവരും നശിക്കപ്പെടുന്നവരും. 1/2 മാർക്ക്, ഹാഫ് മാർക്ക് ഉള്ളതിന്. ദൈവത്തിനും രക്ഷിക്കപ്പെടുന്നവർക്കും അതും കൂടെ. അപ്പം മനുഷ്യർക്കും നമ്മിൽ നിന്ന് ദൈവപരിജ്ഞാനത്തിന്റെ വാസന ഉണ്ടാവണം. അത് രക്ഷിക്കപ്പെടുന്നവരായാലും അല്ലാത്തവരായാലും. 2, ദൈവത്തിനും നമ്മിൽ നിന്ന് ആ വാസന ഉണ്ടാവണം. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തിന് മഹത്വമാകണം. 2, മനുഷ്യർക്ക് മാതൃകയും. ഇതാണ് യഥാർത്ഥത്തിലെ ആരാധന. സ്തോത്രം. ആരാധന നമ്മൾ സഭാ ഹാളിലാണോ കൂടുതൽ ചെയ്യുന്നത്, അതോ നമ്മുടെ ജോലി സ്ഥലത്തും താമസ സ്ഥലത്തും ഒക്കെയാണോ? സഭകളിൽ. അവിടെയാണ് നമ്മുടെ തെറ്റ്. അപ്പോഴാണ് നമ്മൾ പറയുന്നത്, ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരു കാര്യം,
If so, we become part-time Christians. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഭാഗിക ക്രിസ്ത്യാനികൾ മാത്രമേ ആകുന്നുള്ളൂ. പാർട്ട്-ടൈം ക്രിസ്ത്യാനികൾ മാത്രമേ ആകുന്നുള്ളൂ. ആരാധനയല്ല. നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് കൂടി വരുമ്പം കൈകൊട്ടി പാട്ടുപാടി അന്യഭാഷയിൽ ശബ്ദമുയർത്തി ചെയ്യുന്ന ഒരു ക്രിയയാണ് ആരാധന എന്നാണ്. അല്ല. ഇപ്പോൾ നമ്മൾ കണ്ടതാണ് യഥാർത്ഥത്തിലെ ആരാധന. അതിന്റെ സിമ്പിൾ മീനിങ് ആണ്, ഏറ്റവും സരളമായ അർത്ഥമാണ് ഗിവിങ് ourselves totally, completely for the will of God, for the purpose of God, for the nature of God. ദൈവത്തിന്റെ ഹിതത്തിനും രണ്ട് ദൈവത്തിന്റെ ഉദ്ദേശത്തിനും മൂന്ന് ദൈവത്തിന്റെ സ്വഭാവത്തിന് അനുരൂപമായും നമ്മെ തന്നെ പൂർണ്ണമായും കൊടുക്കുന്നതാണ് ആരാധന. അതിൽ സ്തുതിയും സ്തോത്രവും ഒക്കെ ഉൾപ്പെടും എന്ന് മാത്രമേ ഉള്ളൂ. വ്യക്തമായി കാണുമെന്ന് ഞാൻ കരുതുന്നു. സ്തോത്രം. Thank you, Pastor. ഓക്കെ. സ്തുതി, സ്തോത്രം, ആരാധന. താങ്ക്സ് ഗിവിംഗ്, പ്രൈസസ് ആൻഡ് വർഷിപ്പ്. The differences and the similarities or the comparison, ഇതാണ് അതിലുള്ളത്. ഇത് നമ്മുടെ ഇടയിൽ പഠിപ്പിക്കപ്പെടണം. പക്ഷേ ഞങ്ങളെ പോലെയുള്ള ഉപദേശിമാരും സോ കോൾഡ് വർഷിപ്പ് ലീഡേഴ്സും, ആ സോ കോൾഡ് വർഷിപ്പ് ലീഡേഴ്സ് എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഇൻവെർട്ടർ കോമാലി ഇടുന്നുള്ളൂ. ആരാധന എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ അല്പശബ്ദ കോലാഹലത്തിന്, കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ പോലെ ഒരു 30 സെക്കൻഡ് എല്ലാവരും കൈയടിച്ചെന്ന് ആരാധിച്ചേ, ഒരു 10 സെക്കൻഡ് എല്ലാവരും ഒന്ന് ആരാധിച്ചേ. തെറ്റായ രീതിയാണത്. ഇപ്പൊ അങ്ങനെ ആ തെറ്റുകൊണ്ട് ആരും നരകത്തിൽ പോകത്തൊന്നുമില്ല കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. പക്ഷെ ഇത് നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കും. അപ്പം ഇനി നമ്മൾ മുമ്പോട്ട് പോകുന്നു. ഒന്നും കൂടെ നമുക്ക് 19-ന്റെ 1-2 വാക്യങ്ങൾ വായിക്കാമല്ലോ. എളുപ്പമുള്ളതും വായിച്ചോ. അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത്, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. വേശ്യാവൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവേശ്യയ്ക്ക് അവൻ ശിക്ഷ വിധിച്ചു. തന്റെ ദാസന്മാരുടെ രക്തം അവളുടെ കയ്യിൽ നിന്ന് ചോദിച്ചു പ്രതികാരം ചെയ്യുക കൊണ്ട് അവന്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ. സ്തോത്രം. 1, 2, 3, 4 വാക്യങ്ങളിലാണ് ദൈവത്തെ സ്തുതിക്കുന്നതിന്റെ ഈ അധ്യായത്തിലെ ആദ്യ കാരണം പറയുന്നു. അതായിരുന്നു നമ്മൾ ഇന്നലെ കണ്ടുകൊണ്ടിരുന്നത്. അതിന്റെ 2 ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഒന്ന്, ദൈവം അതിന് യോഗ്യനാണ് എന്ന തിരിച്ചറിവ്. അതാണ് നാം 1-ാമത്തെ വാക്യത്തിൽ കണ്ടത്. രക്ഷയും മഹത്വവും ശക്തി അഥവാ ആധിപത്യവും
നമ്മുടെ ദൈവത്തിനുള്ളത്. പിന്നെ 4-ാമത്തെ വാക്യത്തിലും നാം കാണുന്നത് 24 മൂപ്പന്മാരും 4 ജീവികളും. നമ്മൾ ഈ കാര്യം 4-ാം അധ്യായത്തിൽ കണ്ടതാണ് കേട്ടോ. 4-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതുപോലെ 8-ാമത്തെ വാക്യം മുതൽക്ക് 4-ാം അധ്യായം വെളിപ്പാട് 4-ന്റെ 8 മുതലുള്ള വാക്യങ്ങളിൽ കണ്ട കാര്യം ഇവിടെ 19-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പറയുന്നു. 24 മൂപ്പന്മാരും 4 ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സിംഹാസനത്തിൽ ഇരിക്കുന്ന, അതായത് 4-ാം അധ്യായത്തിൽ കണ്ടു ആരാ സിംഹാസനത്തിൽ ഇരിക്കുന്നത്? പിതാവായ ദൈവം. 4-ഉം 5-ഉം അധ്യായങ്ങളിൽ നാം കണ്ടതാണ് സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പിതാവായ ദൈവം. ആ ദൈവത്തെ വീണ് നമസ്കരിച്ചു. ഇതാണ് ആരാധന. വീണ് നമസ്കരിക്കുക. സ്തോത്രം. സാഷ്ടാംഗ പ്രണാമം നടത്തുക. ആരാധകന്റെ നെറ്റിയും ചുണ്ടും ആരാധ്യന്റെ പാദങ്ങളെ തൊടുവിക്കുക എന്നതിനർത്ഥം സസ്ദ കർണ എന്ന് ഹിന്ദിയിലും ഉറുദുവിലും ഒക്കെ പറയും. സസ്ദ അല്ലെങ്കിൽ സിസ്ദ കർണ. പ്രൈസ് ഗോഡ്. ആരാധകൻ ആരാധ്യന്റെ പാദത്തിൽ കവിണ്ണ് വീണ് അവന്റെ നെറ്റിയും ചുണ്ടും ആരാധ്യന്റെ പാദങ്ങളെ തൊടുവിച്ച് അങ്ങനെ കിടക്കുന്ന ഒരവസ്ഥയാണ്. This is the climax of worship. Giving himself or herself to God, worshipped. And therefore, he just falling face down to the enthroned God, touching his forehead and lips to the feet of God, the deity, a symbol of giving everything, ascribing everything to him. Praise God. ഇതാണ് ആരാധനയുടെ ആ പരമമായ ഒരു ദൃശ്യം എന്ന് പറയുന്നത്. അത് തന്നെയാണ് നാം 4-ാമത്തെ അധ്യായത്തിലും കാണുന്നത്. അല്ല, 1-ാം അധ്യായത്തിൽ നാം അത് കാണുന്നുണ്ട്. 1-ന്റെ 17-18 വാക്യങ്ങളിൽ നമ്മൾ കണ്ടായിരുന്നു, ഓർമ്മ കാണും. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. സ്തോത്രം. യോഹന്നാൻ, സ്തോത്രം, തേജോമയനായ അല്ലെങ്കിൽ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ ആളത്വ രൂപത്തിൽ കണ്ടപ്പോൾ മരിച്ചവനെ പോലെ അവന്റെ പാദത്തിൽ വീണ് കിടന്നു. നാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും 24 മൂപ്പന്മാരും അത് ചെയ്യുന്നത് കാണും. 5-ാം അധ്യായത്തിൽ വന്നപ്പോൾ കുഞ്ഞാടിന്റെ മുമ്പാകെ വീണ് കിടന്ന് ആരാധിക്കുന്നത് നമ്മൾ കണ്ടു. അവിടെ നിന്നും ഇങ്ങോട്ട് വരികയാണ്. ഇവിടെ വന്നപ്പോൾ പിന്നെയും അത്
നിത്യത മുഴുവനും ഈ ഒരു സംഭവം ഉള്ളൂ. സ്തോത്രം. 22-ന്റെ 3-ാം വാക്യത്തിന്റെ അവസാനവും 4-ാം വാക്യത്തിന്റെ തുടക്കവും. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും, അവർ അവന്റെ മുഖം കാണും. പ്രൈസ് ഗാഡ്. Chapter 22, the last part of verse 3 and the first sentence of verse 4. His servants will serve, otherwise worship him, and they will behold his countenance, his face. സ്തോത്രം. നിത്യത മുഴുവൻ ഇതേ ഉള്ളൂ. ഇതാണ് ആരാധന എന്ന് പറയുന്നത്. സ്തോത്രം. അപ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നതിന്റെ കാരണം ദൈവത്തിന്റെ ആളത്വം തന്നെ. അതിന്റെ 1-ാമത്തെ ഭാഗം അതാണ്. 5-ാം വാക്യത്തിലും 19:5 അവിടെയും നാം കാണുന്നതാണ്. നമ്മുടെ ദൈവത്തിന്റെ സകല ദാസന്മാരും ഭക്തന്മാരുമായി ചെറിയവരും വലിയവരുമായുള്ളവരെ അവനെ വാഴ്ത്തുവീൻ എന്ന് പറയുന്ന ഒരു ശബ്ദം സിംഹാസനത്തിൽ നിന്ന് കേട്ടു. അവിടെയും കണ്ടോ, ഇംപറേറ്റീവാണ്, കൽപ്പനയാ, വാഴ്ത്തുവീൻ. മറ്റൊന്നുമല്ല, കാരണം അവൻ അതിന് യോഗ്യനാണ്. സ്തോത്രം. ദൈവമഹത്വത്തെക്കുറിച്ച് പൊതുവെ 3 കാര്യങ്ങളാ പറയാറ്, അല്ലെ ദൈവമഹത്വത്തിന്റെ 3 അവസ്ഥകളെ കുറിച്ച് പറയാറുണ്ട്. യൂഷ്വലി 3 aspects of God's majesty is spoken of. One, it is the instinct glory God is having. Instinctively, God is glorious. Second, it is manifested majesty. Third, it is ascribed to him. 3 അവസ്ഥകളെ കുറിച്ച് പറയാറുണ്ട്. സ്തോത്രം. God is instinctively glorious, majestic. ദൈവത്തിൽ തന്നെ മഹത്വവാനാണ്. സ്തോത്രം. ദൈവത്തിന്റെ സ്വാഭാവികതയിൽ, ദൈവത്തിന്റെ പ്രകൃതത്തിലുള്ളതാണ് അവന്റെ മഹത്വം എന്ന് പറയുന്നത്. ഇൻസ്റ്റിങ്ക്റ്റ് ഗ്ലോറി. 2, ആ മഹത്വം ദൈവത്തിന്റെ ആളത്വത്തിൽ നിറഞ്ഞു തുളുമ്പി നിൽക്കുമ്പോൾ തന്നെ അവൻ പല സന്ദർഭങ്ങളിലായും തന്റെ മഹത്വത്തെ മാനിഫെസ്റ്റ് ചെയ്യുന്നു, വെളിപ്പെടുത്തുന്നു. വെളിപ്പെടുത്തപ്പെട്ട മഹത്വം. സോ ഇൻസ്റ്റിങ്ക്റ്റ് ഗ്ലോറി, മാനിഫെസ്റ്റഡ് ഗ്ലോറി. ദൈവം തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നു. സ്തോത്രം. സൃഷ്ടിയിലൂടെയാണ് ആദ്യം തന്റെ മഹത്വം ദൈവം വെളിപ്പെടുത്തിയത്. ത്രൂ ക്രിയേഷൻ, ത്രൂ നേച്ചർ, ഗാഡ് manifests his glory initially. അങ്ങനെ പല നിലകളിൽ ദൈവം തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നു. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. മാനിഫെസ്റ്റഡ് ഗ്ലോറി ഓഫ് ഗാഡ്. മാർത്തയോട് പറഞ്ഞ കാര്യം. ഇത് രണ്ടും ദൈവം ഇൻസ്റ്റിങ്ക്റ്റ്ലി, ദൈവം
സ്വഭാവത്താൽ മഹത്വവാനാണെന്ന് നമ്മൾ തിരിച്ചറിയുകയും ദൈവത്തിന്റെ വെളിപ്പെടുത്തപ്പെട്ട മഹത്വത്തെ നമ്മൾ കാണുകയും ചെയ്യുമ്പോൾ മൂന്നാമത്തെ കാര്യം വരുന്നു, വി വിൽ അസ്ക്രൈബ് ഹിം ഗ്ലോറി. നാം ദൈവത്തിന് മഹത്വം കരേറ്റിക്കൊണ്ടിരിക്കും, നാം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കും. സ്തോത്രം. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ആദ്യത്തേത് രണ്ടും ദൈവം ഇവിടെ ചെയ്തപ്പോൾ മൂന്നാമത്തേത് സ്വർഗത്തിലെ ബഹുപുരുഷാരം ചെയ്യുകയാണ്. ഈ കൂടി വന്നിരിക്കുന്ന സ്വർഗത്തിലെ മഹാപുരുഷാരം എന്തു മനസ്സിലാക്കി? ദൈവം പ്രകൃത്യാ മഹത്വവാനാണെന്ന്, ദൈവം തന്നിൽ തന്നെ മഹത്വ സമ്പൂർണനാണെന്ന്. സ്തോത്രം. ഈ ബഹുപുരുഷാരം മനസ്സിലാക്കുന്നു. പിന്നെ സൃഷ്ടി മുതൽ ഇങ്ങോട്ട് നിത്യതയിൽ വരെ ദൈവത്തിന്റെ മഹത്വത്തിന്റെ വെളിപ്പാടും ഇവര് കാണുന്നു. ഇത് രണ്ടും സംഭവിച്ചു കഴിഞ്ഞപ്പോൾ മൂന്നാമത്തേത് ചെയ്യാതിരിക്കാൻ അവർക്ക് കഴിയാതെയായി. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. മൂന്നാമത്തേത് അവര് ഒരുമിച്ച് ചെയ്യുകയാണ്. ഗിവിംഗ് ഹിം ഗ്ലോറി, glorifying God, magnifying the majestic God, glorifying the glorified God, glorious God. നമുക്കും അതാണ് വേണ്ടത്. ഇപ്പോൾ തന്നെ അങ്ങ് സ്വർഗത്തിൽ ചെന്നിട്ട് ഇത് ചെയ്യാം എന്ന് വെക്കരുത്. സ്വർഗത്തിൽ ചെന്നിട്ടേ നമുക്കതിന്റെ പൂർണ്ണതയിൽ ചെയ്യാൻ പറ്റൂ. പക്ഷേ ഇവിടെ വെച്ച് തന്നെ നമുക്കത് ചെയ്ത് തുടങ്ങണം. ദൈവത്തിന്റെ മഹത്വത്തെ നമ്മൾ തിരിച്ചറിയണം. സ്തോത്രം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവം. സ്തോത്രം. God dwells in an approachable light. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. He is clothed with glory, majesty and light. Psalm 104. 104 സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ നീ മഹത്വവും പിന്നെ തേജസ്സും ധരിച്ചിരിക്കുന്നു. തേജസ്സും ധരിച്ചിരിക്കുന്നു. മൂന്നാമത് വസ്ത്രം ധരിക്കും പോലെ പ്രകാശത്തെ ധരിക്കുന്നു. പ്രകാശത്തെ ധരിക്കുന്നു. ദൈവത്തിന്റെ മഹത്വത്തെയാണ് പറയുന്നത്. സ്തോത്രം. How glorious our God is. Certainly, we cannot comprehend it fully now as we are in this limited physics. പരിമിതമായ അല്ലെങ്കിൽ പരിമിതികളുള്ള ശരീരത്തിൽ വസിക്കുന്നത് കൊണ്ട് നമുക്ക് ദൈവത്തിന്റെ മഹത്വത്തെ പൂർണ്ണമായും ഗ്രഹിക്കാൻ ഇപ്പോൾ പറ്റില്ല. അത് വാസ്തവമാണ്. പക്ഷേ സ്തോത്രം, ആ മഹത്വത്തെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവും അതിൻ്റെ വെട്ടിത്തിളങ്ങുന്ന പ്രകാശത്തിന്റെ ഒരു ദർശനവും നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു.
സ്തോത്രം നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. അപ്പോൾ നാമും എന്ത് ചെയ്യും? ബഹുപുരുഷാരത്തിന്റെ ഘോഷം പോലെ ദൈവത്തെ സ്തുതിക്കും. സ്തോത്രം. ബഹുപുരുഷാരത്തിന്റെ ഘോഷം പോലെ, അതും പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ. 1-ാം വാക്യം അങ്ങനെയാ പറയുന്നത്. സ്തോത്രം. അപ്പൊ നമുക്കിപ്പോൾ തന്നെ എന്ത് ചെയ്യണം? ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കണം. പ്രത്യേകിച്ച് നമുക്കതിന് സ്വാതന്ത്ര്യമുള്ളപ്പോൾ. അതിന് സ്വാതന്ത്ര്യം ഇല്ലാത്തടത്ത് പോയി നിന്ന് വിളിച്ചു കൂവണമെന്നൊന്നും പറയത്തില്ല. അത് പരിജ്ഞാനത്തിന്റെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്, സുബോധത്തിന്റെ ആത്മാവിനെയും. പെന്തക്കോസ്തുകാരല്ലാത്തവർ പെന്തക്കോസ്തുകാരെ കളിയാക്കി പറയുന്ന ഒരു കാര്യം, പണ്ട് എന്ന് വെച്ചാൽ mid-90s 94-95 കാലഘട്ടങ്ങളിൽ ഒരു CNI-കാരി ആന്റി എന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ ഒരു പാസ്റ്ററും സഭക്കാരെല്ലാം കൂടെ അവരുടെ വിശ്വാസികളെ യാത്ര അയക്കാൻ വേണ്ടി പോയി. ട്രെയിൻ പ്ലാറ്റ്ഫോമിലോട്ട് എത്തിയപ്പോൾ അന്തിമമായിട്ട് പ്രാർത്ഥിച്ചയക്കാൻ അവരൊരുങ്ങി. പ്രാർത്ഥിച്ച് ആമീൻ പറഞ്ഞപ്പോഴത്തേക്കിനും വണ്ടി അടുത്ത സ്റ്റേഷനിൽ എത്തിയെന്ന്. നമ്മളെ കളിയാക്കാൻ വേണ്ടിയിട്ട് അവർ പറയുന്ന ഒരു സംഗതിയാണ്. അപ്പം സുബോധം ഇല്ലായ്മയും പരിജ്ഞാനമില്ലായ്മയും നമുക്കുണ്ടാകരുത്. എന്നാൽ നമുക്ക് ദൈവത്തെ ഉച്ചത്തിൽ സ്തുതിക്കാൻ സ്വാതന്ത്ര്യമുള്ളപ്പോഴും സ്വാതന്ത്ര്യമുള്ള സ്ഥലത്തും നാം അങ്ങനെ ചെയ്യണം. അങ്ങനെ നാം ചെയ്യുന്നത് എപ്പോഴായിരിക്കും? ദൈവത്തിന്റെ മഹത്വത്തോടെ കാണുമ്പോഴാണ്. ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുന്നതിനെ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ എന്താണ്? അല്ലെ മറ്റൊരു പദത്തിൽ പറയുകയാണെങ്കിൽ തേജസ്. അല്പവും കൂടെ പറഞ്ഞാൽ മുഖാമുഖം അല്ല, അവനോട് സദൃശ്യന്മാരാകുമ്പോൾ അല്ല 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 ഹോളിനെസ്. ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധിയാണ്. ഇൻസെപ്പറബിൾ ആണ്, അഭേദ്യമായ ബന്ധമാണ് ഈ രണ്ട് കാര്യങ്ങൾക്ക്, ദൈവത്തിന്റെ പരിശുദ്ധിക്കും ദൈവത്തിന്റെ തേജസ്സിനും അല്ലെ ദൈവത്തിന്റെ മഹത്വത്തിനും തമ്മിലുള്ളത്. ഒന്നിനെ ഒന്നിൽ നിന്നും വേർപെടുത്താൻ പറ്റില്ല. മോശ പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ, പുറപ്പാട് 15:11, എക്സോഡസ് 15:11. അതിന്റെ ആദ്യത്തെ വാചകം, വിശുദ്ധിയിൽ മഹിമയുള്ളവനേ. In English, first sentence, glorious in holiness. Glorious in holiness. ദൈവത്തെ കുറിച്ച് മോശ പറയുകയാ, ദൈവത്തെ സ്തുതിക്കുക അവിടെ കേട്ടോ. പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഈ ഒരു ഭാഗം മാത്രം ഇപ്പോൾ മതി എന്നതുകൊണ്ട് അത് മാത്രം സൂചിപ്പിക്കുന്നതേ ഉള്ളൂ. ഗ്ലോറിയസ് ഇൻ ഹോളിനെസ്. സ്തോത്രം. When I look into your പാട്ടുണ്ടല്ലോ, Holiness. holiness, and when I gaze Love. upon your
ലവ്ലിനെസ് അല്ലേ? സ്തോത്രം. ദൈവത്തിന്റെ വിശുദ്ധിയെ ഞാൻ ദർശിച്ചപ്പോൾ, മലയാളത്തിലുണ്ട് ആ കോറസ്. ഇപ്പൊ അതൊന്നും ആരും പാട്ട് കേൾക്കാറില്ല. ദൈവത്തിന്റെ വിശുദ്ധിയെ ഞാൻ ദർശിച്ചപ്പോൾ, അതാണ് ദൈവത്തിന്റെ തേജസ്. അത് നാം ഇന്ന് തന്നെ മനസ്സിലാക്കി നമ്മുടെ ഈ ലോക ജീവിതത്തിൽ വെച്ച് തന്നെ ദൈവത്തെ ആ മഹത്വത്തിനൊത്ത് സ്തുതിക്കുന്നവരായി തീരുക. ഇതൊന്നും പരപ്രേരണയാലല്ല. സ്തോത്രം. Yeah, majestic in holiness. അപ്പോൾ ദൈവത്തിന്റെ മഹത്വത്തെ ഇൻസ്ട്രിങ്ക്ട് ഗ്ലോറി ആൻഡ് മാനിഫെസ്റ്റഡ് ഗ്ലോറി. സ്തോത്രം. ആ മഹത്വത്തിന്റെ വർണ്ണനകളാണ് ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ്, സ്വഭാവങ്ങളെല്ലാം. 1 തിമോഥെയോസ് 6:12 മുതൽ ഇങ്ങോട്ട് താഴോട്ട്, പ്രത്യേകിച്ച് 15-16 വാക്യങ്ങളിലൊക്കെ പൗലോസ് പറയുന്നത് ആ മഹത്വത്തിന്റെ പല ഭാഗങ്ങളാണ്. സ്തോത്രം. ധന്യനായ ഏകാധിപതി, രാജാധിരാജാവ്, കർത്താധികർത്താവ്, താൻ മാത്രം അമർത്യതയുള്ളവൻ, ഇങ്ങനെ പറഞ്ഞു വരികയാ. അപ്പോൾ ദൈവത്തിന്റെ ഈ മഹത്വത്തെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ, കേൾക്കുമ്പോൾ നമ്മുടെ അകം കത്തണം, തിളയ്ക്കണം. When we behold this glory, when we listen to this glorious God, there should be a spiritual joy, enthusiasm from within. That should move us, challenge us, motivate us. ഈ ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ കഴിയണം. അത് നമ്മിൽ വെല്ലുവിളി ഉയർത്തണം, അവനെ പോലെയാകാൻ. അത് നമ്മിൽ വലിയ ആവേശം തരണം. ഓ, ഈ ദൈവമാണല്ലോ, ഇത്ര മഹത്വവാനായ ദൈവമാണല്ലോ എൻ്റെ അപ്പൻ. സ്തോത്രം. പക്ഷേ ഈ ദൈവത്തിന്റെ മഹത്വമൊക്കെ പറഞ്ഞത് കൊണ്ടൊന്നും നമ്മുടെ ഇടയിൽ വലിയ ചലനമൊന്നും ഉണ്ടാകാറില്ല. ആരും പ്രത്യേകിച്ച് സ്തോത്രമൊന്നും പറയാറില്ല. എഴുന്നേറ്റ് നിന്നൊന്നും ആരും കൈയടിക്കാറില്ല. സ്തോത്രം. ഇതൊന്നും കേട്ടിട്ട് ആരും കസേരയിൽ നിന്നിറങ്ങി വീണ് കിടന്ന ദൈവത്തെ നമസ്കരിക്കാറൊന്നുമില്ല. അതേസമയം നമുക്കൊരപ്പനുണ്ട്, വേറെ ആരും നമുക്കില്ലെങ്കിലും നമ്മുടെ കൈപിടിച്ച് നടത്താൻ, നമ്മെ സഹായിക്കാൻ, അങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് നമ്മുടെ ഭൗമതലങ്ങളെ ഒന്ന് ഇക്കിളിയിട്ടാൽ നമ്മളൊക്കെ എഴുന്നേക്കും, കൈയടിക്കും, അന്യഭാഷ പറയും. പക്ഷേ അതൊന്നും ഇല്ലെങ്കിലും വെറും ദൈവത്തെക്കുറിച്ച് ഉള്ള വിശദീകരണത്തിൽ നമ്മുടെ അകം തിളയ്ക്കണം, കത്തണം. സ്തോത്രം.
മനസ്സിലാവുന്നുണ്ടല്ലോ? ഇതാണ് ദൈവത്തെ സ്തുതിക്കുന്നതിനുള്ള ഒന്നാമത്തെ കാരണം, ദൈവത്തിന്റെ മഹത്വത്തെ തിരിച്ചറിയുക. രണ്ടാമത്തെ കാരണവും നമ്മൾ കണ്ടു. രണ്ടാമത്തെ വാക്യത്തിൽ കണ്ടത് ബിക്കോസ് ഓഫ് ദ ഡീഡ് ഓഫ് ഗാഡ് ഇൻ ജഡ്ജിങ് ബാബിലോൺ ദ ഗ്രേറ്റ്. മഹതിയാം ബാബിലോണിനെ ദൈവം ശിക്ഷ വിധിച്ച ന്യായവിധിയുടെ പ്രവൃത്തി നിമിത്തം ദൈവത്തെ സ്തുതിക്കുന്നു. ഇതാണ് 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളുടെ രത്നച്ചുരുക്കം. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം കൂടുതൽ വേണ്ടതുണ്ടോ? ഇല്ല. സ്തോത്രം. എങ്കിൽ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവെ, നിത്യതയിൽ ഞങ്ങൾ എത്തുമ്പം ഞങ്ങൾക്ക് അങ്ങയുടെ മഹത്വത്തെ അതിൻ്റെ പൂർണ്ണതയിൽ കാണുവാൻ സാധിക്കും. യോഹന്നാൻ 1-ാം ലേഖനം 3:2 പറയുന്നത് പോലെ നാം നമ്മുടെ കർത്താവിനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണും. സ്തോത്രം. എന്നാൽ ഇന്ന് കർത്താവെ, ഞങ്ങൾക്ക് അങ്ങയെ തിരിച്ചറിയാൻ, അങ്ങയുടെ മഹത്വത്തെ ദർശിക്കാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ തുറക്കണമേ എന്നും കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. അന്ന് കർത്താവിനെ നമ്മൾ മുഖാമുഖമായിട്ട് കാണും. 1 കൊരിന്ത്യർ 13 പൗലോസ് അക്കാര്യം പറയുന്നുണ്ട്. 1 യോഹന്നാൻ 3:2 യോഹന്നാനും ആ കാര്യം പറയുന്നുണ്ട്. സ്തോത്രം. രണ്ട് കൊരിന്ത്യർ 3-ാം അധ്യായത്തിലും 4-ാം അധ്യായത്തിലും അവസാനത്തെ വാക്യങ്ങളിൽ 3:18 4:16 മുതലുള്ള വാക്യങ്ങളിലും പൗലോസ് ലീഹ ആ കാര്യങ്ങളെ പറയുന്നുണ്ട്. ഫിലിപ്പിയർ 3:21 പൗലോസ് അത് പറയുന്നുണ്ട്. അപ്പം ഈ അപ്പോസ്തലന്മാരൊക്കെ അക്കാര്യം നമ്മെ അറിയിച്ചിട്ടുണ്ട്. അന്ന് നമ്മൾ നമ്മുടെ കർത്താവിനെ അവന്റെ തേജസ്സിന്റെ പൂർണ്ണതയിൽ കാണും. യേശു കർത്താവും അതിനുവേണ്ടിയാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. യോഹന്നാൻ 17:24 സ്തോത്രം. John 17:24 Jesus also prayed for us the same thing. We may behold his glory and be with him in eternity. But let's pray for today so that our inner eyes be opened. We may have the spirit of wisdom and revelation to know God more clearly. നമ്മുടെ ദൈവത്തെ കുറെ കൂടെ വ്യക്തതയോടെ അറിയാൻ ഇന്ന് നമുക്ക് പരിജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ ദൈവം തരേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയെ അങ്ങയുടെ മഹത്വത്തോടെ ഒന്ന് കാണാൻ, ഈ ജഡത്തിൽ വസിക്കുന്ന സമയത്ത് അങ്ങയുടെ മഹത്വം എത്രയും എനിക്ക് കാണാൻ പറ്റുമോ അത്രയും മനസ്സിലാക്കാൻ എനിക്ക് കൃപ തരണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്കിന്ന് രാത്രിയിൽ പിരിയാം. ദൈവം നമ്മെ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.